രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ 38ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രസംഗിക്കാനുള്ള ക്രമത്തെക്കുറിച്ചാണ്. ഏതൊരു കൗൺസിലും വളരെ വിജയകരമായി നടത്തിക്കുന്നതിന് വേണ്ടി വളരെയധികം പിന്നണി പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു കൃത്യമായ ക്രമവും ആവശ്യമുണ്ട്. രണ്ടാം വത്തിക്കാൻ കൗൺസിലാണെങ്കിൽ പ്രസംഗിക്കുന്നതിന് കൃത്യമായൊരു ക്രമം നൽകിയിരുന്നു. എന്ന് പറഞ്ഞാൽ ആദ്യം പാർത്രിയാർക്കീസുമാർ, കർദിനാൾമാർ പ്രസംഗിക്കും, അത് കഴിഞ്ഞ് പാർത്രിയാർക്കീസുമാർ പ്രസംഗിക്കും, മെത്രാപ്പൊലീത്താമാർ പ്രസംഗിക്കും, മെത്രാപ്പൊലീത്താമാർ പ്രസംഗിച്ചതിന് ശേഷം ആർച്ച് ബിഷപ്പുമാർക്ക് പ്രസംഗിക്കാൻ അവസരം കൊടുക്കും. തുടർന്ന് മെത്രാന്മാർ, മറ്റ് കൗൺസിൽ പിതാക്കന്മാർ എന്ന ക്രമത്തിലായിരുന്നു പ്രസംഗിക്കാനായിട്ട് അവസരം നൽകിയിരുന്നത്. ഓരോരുത്തർക്കും 10 മിനിറ്റ് വീതമായിരുന്നു നൽകിയിരുന്നത്. പിന്നീട് അത് 8 മിനിറ്റായി കുറച്ചു. എന്ന് പറഞ്ഞാൽ ഏതൊരു വിഷയം ചർച്ച ചെയ്യുമ്പോഴും ഈ ക്രമമനുസരിച്ച് ഓരോരുത്തർക്കും 10 മിനിറ്റ് വീതം അല്ലെങ്കിൽ 8 മിനിറ്റ് വീതം പ്രസംഗിക്കാനായിട്ട് അവസരം കൊടുക്കും. അവർ പ്രസംഗിക്കുമ്പോൾ അവർ പ്രസംഗിക്കുന്ന ആശയങ്ങൾ സെക്രട്ടറിമാർ കുറിച്ചെടുക്കും. ആ കുറിച്ചെടുത്ത ആശയങ്ങളൊക്കെ പണ്ഡിതരുടെ അടുത്തേക്ക് എത്തും. പണ്ഡിതരിതെല്ലാം വായിച്ച് ക്രോഡീകരിച്ച് പ്രമാണരേഖകളായിട്ട് അവതരിപ്പിക്കുമ്പോൾ പണ്ഡിതോചിതമായ അവരുടെ അറിവും അതിൽ ഉൾപ്പെടുത്തും. അങ്ങനെ വളരെ ആധികാരികമായ ഒരു കരടുരേഖ രൂപീകൃതമാകും. ആ കരടുരേഖ വീണ്ടും ചർച്ച ചെയ്തിട്ട് അതെല്ലാവർക്കും കൊടുക്കും. അതിനെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്തിട്ടാണ് അവസാനം പ്രമാണരേഖയായിട്ട് അത് പുറത്തു വരുന്നത്. അങ്ങനെ 8 മിനിറ്റും 10 മിനിറ്റും വീതം പ്രസംഗിക്കാൻ അവസരം കൊടുത്തപ്പോൾ ഒരിക്കൽ രസകരമായൊരു സംഭവമുണ്ടായി. അന്ന് വിശ്വാസ തിരുസംഘത്തിൻ്റെ തലവനായിരുന്ന, വിശ്വാസ തിരുസംഘം എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തിരുസംഘമാണ്. ഇന്ന് ഡിക്കാസ്ട്രി ഓഫ് ഫെയ്ത്ത് എന്ന് പറയും. അതിൻ്റെ തലവനായ ഒത്തിരിനാൾ 10-25 വർഷം ബെനഡിക്ട് 16 മാർപ്പാപ്പ വിശ്വാസ തിരുസംഘത്തിൻ്റെ തലവനായിരുന്നു. അന്ന് വിശ്വാസ തിരുസംഘത്തിൻ്റെ തലവനായിരുന്ന കർദിനാൾ ഒക്ടാവിനി 8 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു, പ്രസംഗം നിർത്തണമെന്നുള്ള നിർദ്ദേശങ്ങളൊന്നും ശ്രവിക്കാതെ, മോഡറേറ്ററിൻ്റെ നിർദ്ദേശങ്ങൾ ശ്രവിക്കാതെ 17 മിനിറ്റ് ആയപ്പോഴേക്കും മോഡറേറ്റർ മൈക്ക് ഓഫ് ചെയ്തു. മൈക്ക് ഓഫ് ചെയ്തപ്പോൾ അതിൽ സന്തോഷിച്ച് കൗൺസിൽ പിതാക്കന്മാരെല്ലാം കൈയടിച്ചു. അങ്ങനെ ഒക്ടാവിനി പ്രസംഗം നിർത്തി. മാത്രമല്ല, അതിൽ പ്രതിഷേധിച്ച് പിന്നെ 2 ആഴ്ചത്തേക്ക് ഒക്ടാവിനി കൗൺസിൽ പങ്കെടുത്തില്ല എന്നതും ചരിത്രം.